കഴിഞ്ഞ 11 വർഷത്തിനിടെ കേന്ദ്ര സർക്കാർ നെല്ല് സംഭരിച്ച ഇനത്തിൽ കേരളത്തിന് നൽകിയത് 10,621.68 കോടി രൂപ. നെല്ലിന്റെ താങ്ങുവില ലഭിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തിന് നൽകേണ്ട ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ 7 വർഷമായി കേരളം കേന്ദ്രത്തിന് നൽകാതിരിക്കുമ്പോഴാണ് ഇത്രയും തുക അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോഴും കേന്ദ്രത്തിന് നെല്ല് സംഭരണത്തിന്റെ കൃത്യമായ കണക്കുകൾ സംസ്ഥാനം നൽകിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന് നെല്ല് നൽകി മാസങ്ങളായി തുക ലഭിക്കാതെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ നെൽകർഷകർ. ഓണത്തിനുൾപ്പെടെ നെല്ലിൻ്റെ വില ആവശ്യപ്പെട്ട് കർഷകർ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. നെല്ലിൻ്റെ തുക കർഷകർക്ക് നൽകാൻ കഴിയാത്തത് കേന്ദ്ര സർക്കാർ തുക നൽകാത്തത് മൂലമാണെന്നാണ് മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞത്. എന്നാൽ മന്ത്രിമാർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 11 വർഷത്തിനിടെ 10,621.68 കോടി രൂപ നെല്ല് സംഭരിച്ച ഇനത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകിയിട്ടുണ്ട്. 2015 744.84 കോടി രൂപ, 2016 834.42 കോടി രൂപ, 2017 816.30 കോടി രൂപ തുടങ്ങി ഏറ്റവും ഒടുവിൽ 2025 1062.32 കോടി രൂപ വരെ ഓരോ വർഷവും കേന്ദ്രം കൃത്യമായി തുക നൽകിയിട്ടുണ്ട് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. അതേസമയം കേന്ദ്രത്തിൽ നിന്നും നെല്ലിൻ്റെ താങ്ങുവില ലഭിക്കാൻ സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കേണ്ട ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് കേരളം 7 വർഷമായി കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല. 2016 ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് നൽകിയത് 2023 മെയ് 24-നാണ്. 2017 കണക്ക് 2024 ഏപ്രിൽ 15-നും. 2018 മുതലുള്ള ഫൈനൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇതുവരെ കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നാണ് സപ്ലൈകോയിൽ നിന്ന് തന്നെയുള്ള വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. എല്ലാ സീസണിലും സംസ്ഥാനം കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് പൊതുവിതരണ ശൃംഖല വഴി വിതരണം ചെയ്ത് അതിൻ്റെ ഓഡിറ്റ് ഫൈനൽ സെറ്റിൽമെൻറ്റ് നൽകുമ്പോഴാണ് കേന്ദ്രം സംസ്ഥാനത്തിനുള്ള തുക അനുവദിക്കുന്നത്. UPA കാലം മുതൽ തന്നെ ഇതാണ് രീതി. എന്നാൽ കഴിഞ്ഞ 7 വർഷമായി കേരളം കൃത്യമായ കണക്ക് കൊടുക്കാതെ പോലും കേന്ദ്രം 10,000 കോടിയിലേറെ രൂപ അനുവദിച്ചു കഴിഞ്ഞു. എന്നാൽ നെല്ല് സംഭരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്നും കേന്ദ്രത്തിൽ നിന്നും തുക ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ നെല്ലിൻ്റെ വില നൽകാൻ കഴിയുകയുള്ളൂ എന്നുമാണ് സംസ്ഥാനം പുതുതായി കർഷകരിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളം കൃത്യമായ കണക്ക് കൊടുക്കാത്തത് മൂലം കേന്ദ്രത്തിൽ നിന്നും തുക ലഭിക്കാതെയായാൽ പ്രതിസന്ധിയിലാവുക കർഷകരായിരിക്കും. ജനം, പാലക്കാട്.